തന്നോട് വളപ്പി കയറാമെന്ന് പറഞ്ഞിട്ടില്ല. ഓ, അയാളുടെ ഒരു വളപ്പ്. ഒരു സൈക്കിളല്ലേ കൊണ്ടുവന്നുള്ളൂ, അപ്പൊ ഒരു ലോറി കൊണ്ടുവന്നെങ്കിലാ. പറട്ടെ, ഞമ്മ ദുബായി പോയിട്ട് വരട്ടെ. എടാ ബാല, നിന്റെ ഈ പടിക്കെട്ട് തള്ളി കയറ്റാനുള്ള ആരോഗ്യം ഞമ്മക്കില്ല. നീ ഇന്നലെ അന്വേഷിച്ചു വന്നത് എന്തിനാണ്? ആ, നല്ല ചായ. എന്താ പ്രിയപ്പെട്ട ബാലനും കുട്ടിയാലിക്കാക്കും എന്റെ ഇവിടുത്തെ പാർട്ട്ണർ പലർക്കും കള്ളച്ചക്ക് കൊടുത്ത് പല വെട്ടിപ്പുകൾ നടത്തി കടന്നു കളഞ്ഞിരിക്കുകയാണ്. എല്ലാം ബിസിനസിന്റെ പേരിലായതിനാൽ ഞാനും കുടുങ്ങി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇവിടുത്തെ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമാണ്. ഏത് നിമിഷവും ഞാൻ ജയിലിലാവാൻ ബാല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉമ്മയ്ക്കും സാബടയ്ക്കും നിങ്ങളേ ഉള്ളൂ. അവരെ ഇടയ്ക്കിലേക്ക് ചെന്ന് അന്വേഷിക്കണം. ഇക്കാര്യം ഒന്നും അറിയിക്കരുത്. ഈ നാട്ടിൽ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടാറില്ല. ആ സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ പടച്ചവൻ തീരുമാനിക്കും പോലെ. സ്വന്തം ഷരീഫ്. നമുക്ക് എന്ത് ചെയ്യാനാവും കുട്ടികൾക്ക്? ബാല, നമുക്ക് ഷെരീഫിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒന്നും അവരെ അറിയിക്കരുതെന്നല്ലേ അവൻ എഴുതിയിരിക്കുന്നത്? അറിയിക്കാനല്ല, അന്വേഷിക്കാൻ. വാ. ഉടനെ ഞാനങ്ങ് വരും. നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോരാൻ. നിർത്തട്ടെ. സ്വന്തം മകൻ ഷെരീഫ്. പ്രിയപ്പെട്ട. നിർത്ത. എല്ലാം പടച്ചവന്റെ നിശ്ചയമാ. ബാക്കി നിനക്കുള്ളതാ. നീ കൊണ്ടുപോയി വായിച്ചു. വരി വരി വരി. എന്റെ മോന് നല്ല കാലമാ. കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടി. ഇരിക്കേ കുട്ടിയാലി, മോനെ ഇരിക്കേ. കൂട്ടുകാർക്കുള്ള വിസയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് കത്തിലുണ്ട്. പെട്ടെന്ന് പോയതേ കച്ചവടത്തിൽ ഒത്തിരി ലാഭം കിട്ടിയോണ്ടാ. അവിടെ പോയിട്ട് താമസ സൗകര്യം ഒക്കെ ശരിയാക്കിയിട്ട് ഇവളെ കൂടെ കൊണ്ടുപോവാന്നാ ദേ കത്ത് വന്ന്. അതെന്താ കുട്ടിയാലി ഒരു നല്ല വർത്താനം കേട്ടപ്പോ കരയണത്? കുട്ടിയാലിക്ക് ഇങ്ങനെയാ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും കരയും. കുട്ടിയാലിക്ക വരട്ടെ. പോട്ടെ. ആ കുട്ടികളുടെ ഒരു സ്നേഹം കണ്ടോ മോളെ? കുട്ടിയേക്ക പിന്നീന്ന് വിളിക്കല്ല പായ. ഒരു നല്ല വഴിക്ക് പോവുക. വൈകിട്ട് കാണാ. അല്ല ബാല, ഷെരീഫിന്റെ കാര്യം നമുക്ക് സണ്ണിയെ അറിയിക്കണ്ടേ? വേണ്ട, അവന്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ല. ഒടുവിൽ നാട് മുഴുവൻ പാട്ടാവും. നാട്ടിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാമായിരുന്നു. എന്റെ മനസ്സിലും അത് തന്നെയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കുട്ടിയാലിക്ക, അല്ലാതെ എന്ത് ചെയ്യാൻ? അമ്മയും നളിനി എന്ത് ചെയ്യും? വടക്ക് വശത്തുണ്ട്. ബല എന്താ ഇരിക്കും. നമ്മൾ പറയാം, നമ്മുടെ സിത്താര ഹോട്ടലില് കുറെ വിസയായിട്ട് ഒരു പാർട്ടി വന്നിട്ടുണ്ട്. നല്ല ഡീസന്റ് പാർട്ടി. കാലത്തെ തിരക്ക് പിടിച്ച് നമ്മൾ അവരെ കാണാൻ വേണ്ടി പോയതാണ്. ബോംബായിന്ന് ടെലഗ്രാം വരുമ്പോ 10,000 രൂപയും കൂടി നമ്മൾ അവിടെ എത്തിയാൽ മതി. അതിന് വിസ എവിടേക്കാ? ദുബായിലേക്ക്, നമ്മുടെ ഷെരീഫിന്റെ നാട്ടിലേക്ക്. ദുബായിലേക്കോ? അതല്ലേ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിട്ട് പോന്നത്. അമുക്കേ എങ്കിൽ എങ്ങനെയെങ്കിലും പോണം കുട്ടിയാലിക്ക. നമ്മളിവിടെ അവിടെ ചെന്നാൽ അവന് വലിയ ആശ്വാസമാവില്ലേ? മോനെ, ഹോട്ടലിൽ വലിയ തിരക്കാണെന്ന്. ഉച്ച കഴിഞ്ഞ് നമുക്ക് പോവാം. ഒരു മെക്കാനിക്കിനെയും വേണോന്ന് പറയുന്ന കേട്ട് അയാളുടെ സ്വന്തം വർക്ക്ഷോപ്പിലേക്ക്. തന്നോട് ഞാൻ ടെലഗ്രാം തരുമ്പോ ബോംബെക്ക് വരണമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഒരു മെക്കാനിക്കിനെ വേണോന്ന് പറഞ്ഞു. അതിന് ഇയാളൊരു നല്ല മെക്കാനിക്കാണ് സാർ. പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. ഇട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് പാസ്പോർട്ട് വാങ്ങിച്ചതെന്ന് ബോസിനോട് പറയും. ശരി. എന്നാലും അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കും. പതറാ ഉത്തരം പറയണം. ശരി. ബാക്കിക്കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ പൊയ്ക്കോ. അടിച്ചടാ കോട്. ഒരു തൊഴിലുമില്ലാത്തവൻ അന്യനാട്ടിൽ പോകുന്നതിൽ അർത്ഥമുണ്ട്.
സാമാന്യം ജീവിക്കാൻ വകകിട്ടുന്ന മാന്യമായൊരു തൊഴിലും കളഞ്ഞ് ദുബായിൽ പോകാൻ വെപ്രാളം കൂട്ടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വന്നിട്ടുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ ഈ അത്യാഗ്രഹം? ഉള്ളതൊക്കെ പോരെ മോനെ. അന്തസ്സായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നള്ളിക്കറിയാം. ആ ചെറുപ്പമല്ലേ, അങ്ങനെയൊക്കെ തോന്നും. എന്നാ ഇഷ്ടം പോലെ ചെയ്തോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. ഒരു നന്ദി. ഇപ്പത്തി വരാമെന്ന് വെച്ചാൽ അവന്റെ ഒരു മുടിഞ്ഞ പൊരയിടം, വയല് വഴി വരാമെന്ന് വെച്ചാൽ ഇവന്റെ ഒരു മുടിഞ്ഞ പടിക്കെട്ട്. കേറേ കേറി. അല്ല, നിനക്കും വന്നോ കമ്പി? 10,000 കൊടുത്തപ്പോ വിസയില്ല. നേരെ ചൊവ്വയെ ഒരു വിസ വന്നപ്പോ 10,000 ഇല്ല. ചാറുള്ളപ്പോ ചോറില്ല, ചോറുള്ളപ്പോ ചാറില്ല. നമുക്ക് ആ ആശാന്റെ കയ്യിൽ നിന്ന് കാശ് ഇപ്പൊ മേടിച്ചാ മതിയായിരുന്നു, അല്ലേ ബാല? എന്ത് മണ്ടത്ര കുട്ടിയാലിക്കാ പറയുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല കുട്ടിയാലി. 5 ദിവസം കൊണ്ട് കാശ് ഒപ്പിക്കണം. അല്ല, 2 ദിവസം കൊണ്ട് കാര്യം ശരിയാക്കണം. പിന്നെ 3 ദിവസം വണ്ടിയിൽ ഇരിക്കണം. അല്ലോ, 2 ദിവസവും. ആ വണ്ടി കൂലിക്കും ബൈച്ചെലവിനുള്ളത് ഇവൻ ബൈക്കും. കുട്ടിയാലിക്ക് എന്താ പറയുന്നേ? അത് വിറ്റ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പോലും പൈസ ഇല്ല. എന്റെ അല്ലോ, നമ്മുടെ ഉപ്പുപ്പേ തലശ്ശേരിയിൽ നിന്ന് ഇതിന്റെ പുറത്ത് സവാരി ചെയ്താണ് വള്ളക്കടവിൽ വന്നത്. ഉപ്പുപ്പ മരിച്ചപ്പോ പാപ്പക്ക് കൊടുത്തു, പാപ്പ മരിച്ചപ്പോ ഞമ്മക്ക് തന്നു. ഇനി ഞമ്മള് മരിക്കുമ്പോ ഞമ്മക്കൊരു മോനുണ്ടാകുകയാണെങ്കിൽ അവനിക്ക് കൊടുക്കും. എന്ത് ചെയ്യാൻ, കൊടുക്കേണ്ട വന്നു പോയില്ലേ? ഇൻഷാ അല്ലാ ദുബായിൽ നിന്ന് വന്ന ഉടനെ പൊന്നുമല കൊടുത്തെങ്കിലും ഞമ്മൾ ഇവനെ തിരിച്ചു വാങ്ങിക്കും. അറിയാവൂ? 2 ദിവസം. വെറും ഒരു പാവമാ. എന്താന്നാലും ചിരിക്കാനുള്ളത് പറയും. എങ്ങനെയെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിൽ കുട്ടിയാലിയുടെ കുടുംബം രക്ഷപ്പെട്ടേന്ന്. അപ്പൊ എടാ, ഈ 10,000-ന് നീ എന്താ തീരുമാനിച്ചേക്കണേ? ബാങ്കിൽ ഒരു 4,000 രൂപയോളം കാണും. എടാ, നീ തരുന്ന ഇത്തിരി ഇന്ന് 1000-ഓളം ഞാനും മിച്ചം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെന്റെ മോക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കരുതിയതാ. ചേട്ടൻ വിഷമിക്കണ്ട. എന്റെ കഴുത്തിലും കാതിലും ഉള്ളത് ചേട്ടനുള്ളതല്ലേ? അഞ്ച് ദിവസത്തിൽ 3 ദിവസവും യാത്രക്ക് തന്നെ വേണമെന്ന് ദാരം കലത്തി എന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ 2 ദിവസമല്ലേ ഉള്ളൂ ഉമ്മ. 10,000 പിന്നെ വണ്ടിക്കൂലി. അതിന് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ആ, ഈ ഒരു കാര്യം ചെയ്. പെൺപിള്ളേർക്ക് 2 വാങ്ങിയത് അങ്ങോട്ട് വെക്ക്. നസീമ, ഇങ്ങോട്ട് വാ. ബാക്കിയുള്ളതിന്റെ പിന്നെ ആലോചിക്കണ്ടോ? ആലോചിച്ചെടുക്കാണ്ട് ചെല്ലും മോനെ.